Hi everyone, Assalamu alaikum. Welcome to Fathimas kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. ഡാൽഗോണ കോഫി കേക്ക്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ക്യാൻഡി തയ്യാറാക്കാം. അതിനുവേണ്ടി അരക്കപ്പ് പഞ്ചസാര, 4 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ വരും. ബ്രൗൺ കളർ നന്നായിട്ടൊന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുവിധം ആയിട്ടുണ്ട്. ഒരുപാട് കളറാവാൻ നിൽക്കണ്ട, കരിഞ്ഞു പോകും. നമുക്കിനി സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിരുന്ന ബട്ടർ പേപ്പറിലോട്ട് അതൊന്ന് നമുക്കൊന്ന് പകർത്തി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കേണ്ടതാണ്. മാറ്റി വയ്ക്കാം. ക്യാൻഡി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പകുതി പീസസ് എടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളിൽ 3 മുട്ടയും 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സാക്കി ഒന്ന് എടുക്കണം. എടുത്തു വെച്ചിരുന്ന മുട്ടയും പഞ്ചസാരയും മിക്സ് ആക്കിയതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ആക്കണം. നല്ലത് ബീറ്റായി വരുമ്പോഴേക്കും ഇതേപോലെ വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ ഡാർക്ക് കോഫി പൗഡർ ലേശം വെള്ളത്തിലൊന്ന് മിക്സാക്കി വെച്ചതാണ്. അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ക്രീമി ആവുന്നതുവരെ ഒന്ന് ബീറ്റ് ആക്കണം. നന്നായിട്ട് ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന മൈദ അരിച്ചു വെച്ചിരുന്നത് അത് ഒന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ട് മിക്സ് ആക്കാതെ മെല്ലെ കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്യണം. സാവധാനം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. 3 ടീസ്പൂൺ ബട്ടർ മെൽറ്റാക്കിയതും 50 ഗ്രാം മിൽക്ക് കോഫിയും കൂടെ മിക്സ് ആക്കിയതാണ് ഈ മിക്സ് ബാറ്ററിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. റെഡിയാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ബബിൾസ് ഒക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഒരു 160 ഡിഗ്രി ടെമ്പറേച്ചറിലെ ഒരു 20-25 മിനിറ്റ് നമുക്കൊന്ന് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്പഞ്ച് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഐസിങ്ങിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം. ബീറ്റായി വരുമ്പോഴേക്കും നമുക്കിനി ക്യാൻഡി പൊടിച്ച് വെച്ചിരുന്ന ക്യാൻഡി നമുക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കട്ടകൾ കിടന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം മിക്സായി വന്നോളും. അങ്ങനെ നമുക്കൊന്ന് ബീറ്റാക്കി എടുക്കാം. ഐസിങ്ങിനുള്ള ക്രീം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പഞ്ച് റെഡിയാക്കാം. മിൽക്കും പഞ്ചസാരയും കോഫി പൗഡറും കൂടെ മിക്സാക്കി വെച്ചതാണ് നമ്മളിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്പഞ്ചിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം
ക്രീം ഒന്ന് കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാൻഡി കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചതായിരുന്നു, അതും നമുക്ക് കുറേശ്ശെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്പഞ്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഐസിങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഇനി ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കണം. നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു 1.5 കപ്പ് കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ക്രം കോട്ടിങ്ങിൻ്റെ മുകളിലൊന്നും കൂടി ഒരു ലെയറും കൂടെ ഐസിങ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിൽ ഡിസൈൻ ചെയ്യാനുള്ളതും എല്ലാം വേണം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി സൊല്യൂഷനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിൽ ഐസിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കുറച്ച് മിൽക്ക് സ്ലൈസ്ഡ് ചോക്ലേറ്റ് കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡാൽഗോണ കോഫി കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.